ഹലോ എവരിവൺ, മാച്ചുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർലിക് ക്രീമി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റുള്ള ആയിട്ടാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ഇത് സെർവ് ചെയ്യുന്നത് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ അതുപോലെ ബിരിയാണി റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെയാണ് കേട്ടോ നമ്മളിത് സാധാരണ സെർവ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ അത് ഇതുപോലെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മൾ കുരുമുളക് ഉപ്പൊക്കെ ഉള്ളിലേക്ക് ചെന്ന് നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. നമ്മളിതിനകത്ത് വേറെ പച്ചമുളകോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അത് 30 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ സവാള, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ ഒലിവ് ഓയിലും ബട്ടറും ഇത്രേ ആവശ്യമുള്ളൂ. എന്നാണ് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നു. അതിനകത്തേക്ക് ഇതാ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം പാനൊക്കെ എല്ലായിടത്തേക്കും ആക്കിയ ശേഷം നമ്മൾ ആദ്യം തന്നെ ഗാർലിക് ക്രീമി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു 5 വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചെടുക്കണം കേട്ടോ. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇങ്ങനെ പിറക്കി വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് പോവും, അതിൻ്റെ എരിവൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് പാനിൽ നിന്നും മാറ്റുകയാണ്. അതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആയ ആദ്യം തന്നെ കുറച്ച് ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാദ്യം തന്നെ ആ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറെ മുളക് പൊടി ഇല്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും ഒഴിച്ച ശേഷം ഒന്ന് പതുക്കെ ചൂടായി വന്നാൽ മതി കേട്ടോ. ഒന്ന് പതുക്കെ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർലിക് ക്രീമി ചിക്കൻ. നിങ്ങൾക്ക് ഗാർലിക് വേണ്ടാന്നുണ്ടെങ്കിൽ ക്രീമി ചിക്കനായിട്ടാണ് ഉണ്ടാക്കണത്. ആ ഗാർലിക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രീമി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം ഗ്രേവി അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ അതിനകത്ത് ഇരുന്ന് നല്ല ടേസ്റ്റി ആയിട്ട് മാറുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അത്രയും കട്ടിക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അപ്പത്തിനാണ് സെർവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് അതിനകത്തേക്ക് ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ഗാർലിക് ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത്.